സ്ത്രീകളുടെ യോനിക്കുള്ളിലെ ജി സ്പോട്ട് ഇഞ്ചെക്ട് ചെയ്ത് വലിപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ രതിമൂർച്ച ലഭിക്കുമോ? ഡോക്ടർ അനിതാ മണി എന്ന പേരുള്ള നമ്മളുടെ സമൂഹത്തിലെ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അവകാശവാദമാണിത്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം ഇവരുടെ ഈ ഒരു അവകാശവാദത്തെപ്പറ്റി സയൻസിനും റിസർച്ചിനും ഒക്കെ എന്താണ് പറയാനുള്ളത് എന്ന് പരിശോധിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് നമ്മളുടെ വിവോക്സ് ചാനലിൽ വന്ന ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ചോദ്യം ഞാനിവിടെ ഒന്ന് വായിക്കാം. ഞാൻ ചേട്ടൻ്റെ പഴയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ഒരു PG വിദ്യാർത്ഥിയാണ്. താങ്കളുടെ എല്ലാ വീഡിയോസും ഞാൻ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. വളരെ ഇഷ്ടവുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ യാദൃശ്ചികമായിട്ട് ഡോക്ടർ അനിതാ മണി ജി സ്പോട്ട് ഇഞ്ചക്ഷനെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ കാണുവാൻ ഇടയായി. അപ്പോഴാണ് എനിക്ക് താങ്കൾ ഡോക്ടർ അനിതാ മണിയെപ്പറ്റി ചെയ്ത വീഡിയോസ് ഓർമ്മ വന്നത്. പുതിയ ചാനലിൽ ആ വീഡിയോസ് ഒന്നും തന്നെ കാണുവാനില്ല. കഴിയുമെങ്കിൽ അത് വീണ്ടും ചെയ്യണം. എന്നെപ്പോലെയുള്ള വളരെയധികം സ്ത്രീകളുടെ തെറ്റിദ്ധാരണ മാറ്റുവാൻ ആ വീഡിയോകൾ സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഡോക്ടർ അനിതാ മണിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയോ അവരുടെ ക്വാളിഫിക്കേഷനെയോ ക്ലിനിക്കൽ എക്സ്പീരിയൻസിനെയോ ഒക്കെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയോ ഒന്നും ചെയ്ത വീഡിയോ അല്ല. ഡോക്ടർ അനിതാ മണി നമ്മളുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ മിസ്ഇൻഫർമേഷൻ വിദഗ്ധരുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തിരുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ വീഡിയോയ്ക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ജി സ്പോട്ടിനെ പറ്റി സയൻസിനും റിസർച്ചിനും ഒക്കെ എന്താണ് പറയാനുള്ളതെന്നും, രണ്ട്, ജി സ്പോട്ടിനെ പറ്റി ഡോക്ടർ അനിതാ മണി നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് ഒരു തിരുത്തൽ. നമുക്ക് ആ വീഡിയോ ആദ്യമേ ഒന്ന് കണ്ടു നോക്കാം. ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ സെക്ഷൽ എൻഹാൻസ്മെന്റിന് പുതിയ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ജി സ്പോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറെ പുതിയ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് എൻഹാൻസ് ചെയ്ത പ്ലഷർ ഓർഗാസം ഉണ്ടാവാനൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ യോനിക്കുള്ളിലെ ജി സ്പോട്ട് പോലെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം വിവാദങ്ങൾക്ക് വഴിതെളിച്ച് വേറൊരു പ്രതിഭാസം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു പ്രതിഭാസം സ്ത്രീകളുടെ യോനിക്കുള്ളിൽ ഉണ്ട് എന്ന് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത് ഡോക്ടർ പറഞ്ഞതുപോലെ ജർമ്മൻകാരനായ ഏണസ്റ്റ് ഗ്രെഫൻബർഗ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് 50കളിൽ. ഈ ജി സ്പോട്ടിലെ ജി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ്. ഇനി ജി സ്പോട്ട് ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പഠനങ്ങൾ പ്രകാരം ഈ ജി സ്പോട്ട് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ മുൻവശത്തെ മതിൽ എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ഇംഗ്ലീഷിൽ ആൻറ്റീരിയർ വാൾ ഓഫ് ദ വജൈന എന്ന് പറയുന്ന ഭാഗത്ത് ഏകദേശം 2 മുതൽ 2.5 ഇഞ്ച് വരെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ജി സ്പോട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സ്പോട്ടല്ല, മറിച്ച് ഒരു പ്രദേശമാണ് എന്നുള്ളൊരു വസ്തുതയാണ്. അതായത് ഒരു സ്ത്രീയുടെ യോനിയും ക്രിസരിയും മൂത്രനാളിയും ഒക്കെ ഒത്തുചേരുന്ന ഒരു പ്രദേശം. ഇംഗ്ലീഷിൽ നമുക്കിതിനെ ജി സോൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തെ ക്ലിറ്റോ യുറേത്രോ വെജിനൽ കോംപ്ലക്സ് എന്ന് പറയേണ്ടി വരും. ഇതത്ര എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന പദമല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തെ ജി സ്പോട്ട് എന്ന് എളുപ്പത്തിൽ വിശേഷിപ്പിക്കുന്നത്. അല്ലാതെ ഇതൊരു സ്ത്രീയുടെ യോനിക്കുള്ളിലെ ഒരു നിശ്ചിത സ്പോട്ട് ആയതുകൊണ്ടല്ല. ഈ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ പരത്തിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് മാധ്യമങ്ങളായിരുന്നു. പ്രത്യേകിച്ചും അമേരിക്കയിലെ സ്ത്രീകളുടെ മാഗസിനായ കോസ്മോപോളിറ്റൻ. 2020 കോസ്മോപോളിറ്റൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഈ ഒരു തെറ്റിദ്ധാരണയ്ക്ക് പരസ്യമായിട്ട് മാപ്പ് പറയുകയും ചെയ്തു. വി ആർ സോറി ആൻഡ് വി വാണ്ട് യു ടു നോ ദ ജി സ്പോട്ട് ഡസൻറ്റ് എക്സിസ്റ്റ്. ഞങ്ങൾ മാപ്പ് പറയുന്നു, അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ അറിയണം, ജി സ്പോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന തലക്കെട്ടിലായിരുന്നു അവർ ആ ലേഖനം പബ്ലിഷ് ചെയ്തത്. ഈ ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2021 ജേർണൽ ഓഫ് സെക്ഷൽ മെഡിസിൻ ഗവേഷകർ ജി സ്പോട്ടിനെ പറ്റി ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ ഒരു സമഗ്ര അവലോകനം നടത്തുകയുണ്ടായി. ജി സ്പോട്ട് ഫാക്ട് ഓർ ഫിക്ഷൻ, എ സിസ്റ്റമാറ്റിക് റിവ്യൂ. ജി സ്പോട്ട് സത്യമാണോ അതോ കഥയാണോ എന്ന പേരിലായിരുന്നു ആ അവലോകനം പബ്ലിഷ് ചെയ്തത്. ആ പഠനത്തിൻ്റെ കൺക്ലൂഷൻ ഇതായിരുന്നു: ഈ ജി സ്പോട്ട് സ്ത്രീകളുടെ യോനിക്കുള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞ പഠനങ്ങളിൽ പോലും അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നോ അതിൻ്റെ സൈസ് എന്താണെന്നോ അതിൻ്റെ പ്രവർത്തനം എന്താണെന്നോ എന്നതിനെ പറ്റിയോ ഒന്നും തന്നെ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജി സ്പോട്ട് സ്ത്രീകളുടെ യോനിക്കുള്ളിൽ ഉണ്ട് എന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുവാൻ സാധിക്കത്തില്ല എന്നായിരുന്നു ആ സമഗ്ര അവലോകനത്തിൽ എടുത്തു പറഞ്ഞത്. ഡോക്ടർ അനിതാ മണിയുടെ വെബ്സൈറ്റ് പ്രകാരം അവരുടെ വൈദഗ്ധ്യങ്ങളിൽ ഒന്ന് ജി സ്പോട്ട് എൻഹാൻസ്മെൻ്റ് ആണ്. അതായത് ജി സ്പോട്ടിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ്. വൈദ്യശാസ്ത്രത്തിന് ഇന്നേ വരെ തെളിയിക്കാൻ പറ്റാത്ത ഒരു സ്പോട്ടിൻ്റെ വലിപ്പം ഡോക്ടർ അനിതാ മണി എന്ത് ജാലവിദ്യ ഉപയോഗിച്ചാണ് വർദ്ധിപ്പിക്കുന്നത് എന്നുകൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരെ രതിമൂർച്ചയിലെത്തിക്കുന്ന പ്രധാന അവയവം എന്ന് പറയുന്നത് ക്രിസരിയാണ്.
അത് യോനിക്ക് ഉള്ളിലല്ല സ്ഥിതി ചെയ്യുന്നത്, യോനിക്ക് പുറത്താണ്. ഇത് കേൾക്കുന്ന ചിലരെങ്കിലും ഒരുപക്ഷെ വാദിച്ചേക്കാം, ഡോക്ടർ അനിതാമണിയും അവരുടെ വീഡിയോയിൽ ക്രിസരിയെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെ തനിക്ക് എന്തിൻ്റെ കേടാണെന്നൊക്കെ. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. ഈ സയൻസും കെട്ടുകഥയും ഒരുമിച്ച് തള്ളുമ്പോൾ ആ ഒരു വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്ന കേരളത്തിലെ 99% ഡോക്ടർമാരും തള്ളുന്നത് സ്യൂഡോ സയൻസ് ആണ്. കാരണം അവരാരും തന്നെ ലൈംഗികതയെപ്പറ്റി അവരുടെ മെഡിക്കൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഇന്നും ഒന്നും തന്നെ പഠിക്കുന്നില്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെ ഡോക്ടർമാരെ ഒന്നും ഇന്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ശരിയായ അറിവും ഒരു കൗൺസിലിങ്ങും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. കാരണം നിങ്ങളില്ലെങ്കിൽ വിവോക്സ് ഇല്ല. 2020 ഡോക്ടർ അനിതാമണി പൊതുജനങ്ങളെ സ്ത്രീകളുടെ ശരീരശാസ്ത്രം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ യൂട്യൂബ് ചാനലായ അനിത ഡോക്ടറിൽ ഇംഗ്ലീഷിലൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അനാറ്റമി ഓഫ് ഫീമെയിൽ ജനറ്റീലിയ എന്നായിരുന്നു ആ വീഡിയോയുടെ പേര്. ഇത് ഇന്നും ആളുകൾ കാണുന്ന ഒരു വീഡിയോയാണ്. ഇതിൽ അവർ വരച്ച് കാണിക്കുന്നത് ഈ ജി സ്പോട്ട് എന്ന് പറയുന്നത് ഒരു പൊട്ടിൻ്റെ വലിപ്പമുള്ള സ്പോട്ടാണ് എന്നാണ്. കോപ്പിറൈറ്റിന് ബ്ലോക്ക് അടിച്ച് ചാനൽ തന്നെ ഇല്ലാതാകാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏതാനും ചില സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ചില ഭാഗങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. You have a structure which is the G spot. So we will paint it a bit reddish so you can understand that. So this is G spot. ഇവരിറക്കിയ ഈ 8.5 മിനിറ്റോളം ദൈർഘ്യമുള്ള എഡ്യൂക്കേഷണൽ വീഡിയോയിൽ നമ്മൾ മുമ്പ് ജി സ്പോട്ടിനെ പറ്റി പറഞ്ഞ ക്ലിറ്റോ യുറൈത്രോ ഒറിജിനൽ കോംപ്ലക്സിനെ പറ്റി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. മാത്രവുമല്ല ഈ വീഡിയോ കാണുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ധാരണ ഈ ക്രിസരിയും യോനിയും ജി സ്പോട്ടും ഒക്കെ 3 വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളാണ് എന്നുള്ളൊരു തോന്നലാണ്. ഈ ഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെപ്പറ്റി അവർ ഒരിടത്തും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഈ വീഡിയോയുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ജി സ്പോട്ട് ഒരു നിശ്ചിത സ്പോട്ടോ സ്ട്രക്ചറോ ഒന്നും അല്ല എന്നും പരസ്പര ബന്ധമുള്ള ഒരു മേഖലയാണ് എന്നുമൊക്കെയുള്ള വസ്തുത വൈദ്യശാസ്ത്രത്തിന് ദശകങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ അനിതാമണി അവരുടെ എഡ്യൂക്കേഷണൽ വീഡിയോയിൽ ഈ ഒരു വസ്തുത ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ജി സ്പോട്ട് ഇഞ്ചക്ഷൻ നൽകി പൈസ ഉണ്ടാക്കുന്ന ഒരു ഡോക്ടർ ഈ ജി സ്പോട്ട് ഒരു നിശ്ചിത സ്പോട്ട് അല്ല എന്നുള്ള സത്യം ജനങ്ങളോട് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ജനം ആദ്യമേ ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ഡോക്ടറെ നിങ്ങൾ ഇത് എങ്ങോട്ടാണ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നത് എന്നായിരിക്കും. അപ്പം ആ ഒരു ചോദ്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയും അതേ തുടർന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ ജി സ്പോട്ട് ഒരു നിശ്ചിത സ്പോട്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇനി ഈ ജി സ്പോട്ട് ഇഞ്ചക്ട് ചെയ്ത് വലിപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ രതിമൂർച്ച ഉണ്ടാകും എന്നുള്ള വാദത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ കാനഡയിലെ മൗണ്ട് എലിസൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും യൂണിവേഴ്സിറ്റിയുടെ സെക്സ് റിസർച്ച് ലാബിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ലീസ ഡോൺ ഹാമിൽട്ടനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഡോക്ടർ ലീസ നമ്മളുടെ സമൂഹത്തിൽ ഡോക്ടർമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളും ഉൾപ്പെടെ ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള സത്യത്തെപ്പറ്റി പഠനം നടത്തുന്ന ഒരു ഗവേഷക കൂടിയാണ്. കഴിഞ്ഞ 20 കൊല്ലങ്ങളായിട്ട് ഈ ജി സ്പോട്ട് ഇഞ്ചക്ഷനുകൾ നൽകുന്ന ഡോക്ടർമാരുണ്ട്. പക്ഷേ ഇത് സ്ത്രീകളിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യും എന്നുള്ളതിന് ഇന്നും യാതൊരു തെളിവുമില്ല. ഈ ജി സ്പോട്ട് എന്ന് വിളിക്കുന്ന ക്ലിറ്റോ യുറൈത്രോ വജിനൽ കോംപ്ലക്സ് പല സ്ത്രീകളുടെയും യോനിക്കുള്ളിൽ ഏകദേശം 2 ഇഞ്ച് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ വികാരമുണർത്താൻ കഴിവുള്ള ഒരു മേഖലയാണ്. പക്ഷേ ആ വികാരം ഉണരണമെന്നുണ്ടെങ്കിൽ ഒരു ലൈംഗിക ഉത്തേജനം ആദ്യമേ സംഭവിക്കണം. അല്ലാതെ വെറുതെ ഇഞ്ചക്ട് ചെയ്തതുകൊണ്ട് വികാരം ഉണരില്ല. ഈ ഒരു വസ്തുത അമേരിക്കയിലെ ഗൈനക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മയായ അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്റ്റട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. There is no scientific evidence to support the existence of a distinct G-spot. Injecting fillers or other substances into the vagina to enhance sexual pleasure is not recommended and can be potentially harmful to women. അതായത് ഈ ജി സ്പോട്ട് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സ്ട്രക്ചർ ആണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇഞ്ചക്ട് ചെയ്ത് വലിപ്പം കൂട്ടി ലൈംഗിക സുഖം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നിർദ്ദേശിക്കുവാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല ഇത് പല സ്ത്രീകളുടെയും ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്തേക്കാം. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിയും ജി സ്പോട്ട് ഇഞ്ചക്ഷനുകൾക്ക് അനുമതി നൽകാത്തതും. ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഉത്തരവാദിത്തപ്പെട്ട മെഡിക്കൽ ബോഡീസിൻ്റെയൊക്കെ മാനദണ്ഡവും നിർദ്ദേശപ്രകാരവും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇന്ന് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള മെഡിക്കൽ ബോഡീസ് ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന
പരിഹരിക്കുന്നതിന് വേണ്ടി മുൻഗണന കൊടുക്കുന്നത് നിർദ്ദേശിക്കുന്നതുമൊക്കെ കൗൺസിലിംഗും ബിഹേവിയറൽ തെറാപ്പിയും ഒക്കെയാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ അനിതാമണിയെ പോലെയുള്ള ഡോക്ടർമാർക്ക് ഇതൊന്നും ബാധകമല്ലാത്തത്? അതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് മറ്റ് മെഡിക്കൽ സ്പെഷ്യാലിറ്റികളെ അപേക്ഷിച്ച്, അതായത് ന്യൂറോളജി, കാർഡിയോളജി, നെഫ്രോളജി എന്ന് തുടങ്ങിയ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളെ അപേക്ഷിച്ച് ഈ സെക്സോളജി എന്ന് പറയുന്നത് താരതമ്യേന പുതിയതായിട്ട് വന്ന ഒരു മേഖലയാണ്. അവിടെ മറ്റ് മേഖലകളിൽ ഉള്ളതുപോലെ ബന്ധപ്പെട്ട അധികൃതരുടെ ഒരു ശക്തമായ നിരീക്ഷണമോ നിയന്ത്രണമോ വിലക്കുകളോ ഒന്നും തന്നെയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് വാട്ട എന്ന് സാറ്. ഈ ജി സ്പോട്ടിലൂടെ എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ചയിലെത്താൻ പറ്റും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരു വലിയ വിഭാഗം സ്ത്രീകളെയാണ് മാനസികമായിട്ട് സമ്മർദ്ദത്തിലാഴ്ത്തുന്നത്. എന്താണ് അതിൻ്റെ കാരണം? സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഇന്നും നിർവചിച്ചു വെച്ചിരിക്കുന്നത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രമാണ്. പക്ഷേ ഈ ഒരു പ്രവൃത്തിയിലൂടെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു രതിമൂർച്ചയിൽ എത്തുവാൻ സാധിക്കുകയില്ല. കാരണം ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന അവരുടെ ക്രിസരി എന്ന് പറയുന്ന അവയവം സ്ഥിതി ചെയ്യുന്നത് യോനിക്ക് ഉള്ളിലല്ല, യോനിക്ക് പുറത്താണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു ജി സ്പോട്ടിനോടുള്ള ഒബ്സഷൻ, അതായത് ആസക്തി അവഗണിക്കുന്നത് ഒട്ടുമിക്ക സ്ത്രീകളും രതിമൂർച്ചയിൽ എത്തുന്നത് അവരുടെ ക്രിസരിയുടെ ഉത്തേജനത്തിലൂടെയാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. ഇത് യോനിയിലൂടെ രതിമൂർച്ചയിലെത്താൻ സാധിക്കാത്ത സ്ത്രീകളുടെ ഇടയിൽ സ്വന്തം ശരീരത്തെപ്പറ്റി ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും. ഈ ജി സ്പോട്ടിൻ്റെ ഉത്തേജനത്തിന് സഹായിക്കുന്ന ക്ലിറ്റോ യുറേത്രോ വജിനൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ശരീരഭാഗം എല്ലാ സ്ത്രീകളിലുമുണ്ട്. പക്ഷേ മിക്ക സ്ത്രീകൾക്കും ഇത് ഒരു വികാരമുണർത്തുന്ന മേഖലയോ അല്ലെങ്കിൽ അവരെ രതിമൂർച്ചയിൽ എത്തിക്കുന്ന ഒരു മേഖലയോ ഒന്നും ആയിരിക്കില്ല. ചില സ്ത്രീകൾക്ക് ഈ ജി സ്പോട്ടിൻ്റെ ഉത്തേജനം തന്നെ അസ്വസ്ഥതയും വേദനയും ഒക്കെ ഉണ്ടാക്കിയേക്കാം. എന്നാൽ വേറെ കുറച്ച് പേർക്ക് ഇതിൻ്റെ ഉത്തേജനം വളരെയധികം ആനന്ദവും നൽകാം. നമ്മളുടെ എല്ലാവരുടെയും ശരീരം രതിമൂർച്ചയിൽ എത്തുന്ന രീതി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന് എന്താണോ സുഖം നൽകുന്നത് അതിന് പ്രാധാന്യം നൽകുകയാണ് വേണ്ടത്. ഇനി ഒരു ജി സ്പോട്ടിലൂടെ രതിമൂർച്ചയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് പലപ്പോഴും ഒരു സെക്സിലൂടെ സാധ്യമായിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ നേരിട്ട് സ്പർശിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഈ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് യോനിക്കുള്ളിൽ മുകളിലായിട്ടാണ്. എന്നാൽ ഡോക്ടർ അനിതാമണിയുടെ എഡ്യൂക്കേഷണൽ വീഡിയോ പ്രകാരം ഈ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് യോനിക്കുള്ളിൽ താഴെയായിട്ടാണ് എന്നാണ് അവർ വരച്ചു കാണിക്കുന്നത്. So this is G-spot. എന്നാൽ നിങ്ങൾ ഏതൊരു മെഡിക്കൽ ചിത്രം നോക്കിക്കഴിഞ്ഞാലും ഈ ജി സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് മുകളിലായിട്ടാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ ഒരു വൈരുദ്ധ്യത്തിന്റെ പിന്നിലെ കാരണം? ഇതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഇഞ്ചക്ഷനിലൂടെ ജി സ്പോട്ടിന്റെ വലിപ്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലിംഗത്തിലൂടെ നേരിട്ട് സ്പർശിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക. ഇത് ബോധപൂർവം നടത്തുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ്. അപ്പോൾ ഇനി ജി സ്പോട്ട് സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്താണ് ഒരു മാർഗം? നിങ്ങളുടെ കൈവിരലുകൾ ഉപയോഗിക്കുക. കാരണം അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 2 വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചലനത്തിലൂടെ നിങ്ങൾക്ക് യോനിക്കുള്ളിലെ ജി സ്പോട്ട് സ്പർശിക്കുവാൻ സാധിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയ്ക്ക് ചാനലിന് വീണ്ടും പണി കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.